രണ്ട് വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറി ഹൃദയമടക്കമുള്ള ആന്തരികാവയവങ്ങൾക്ക് ഗുരുതര പരിക്ക്. ബാർലെ തർക്കത്തിന് പിന്നാലെ വിഴിഞ്ഞത്ത് നടുറോഡിൽ സഹോദരങ്ങൾ അടിച്ചുകൊന്ന സുമൻ എന്നയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇത്. അതിക്രൂരമായ ഒരു ആൾക്കൂട്ടക്കൊലയേക്കാൾ ഒട്ടും കുറച്ചു കാണാനാകാത്ത അപരാധം. ആക്രമണം നടത്തിയവർ മദ്യപിച്ച് സ്വബോധമില്ലാത്ത അവസ്ഥയിലാണ് എന്ന ഭയം ഒരുപക്ഷെ അത് കണ്ടു നിന്നവർക്ക് ആ ഒരു ആക്രമം തടയുന്നതിന് ഉള്ളിലുണ്ടായിരുന്നിരിക്കാം. എങ്കിലും അത് കണ്ട് അത് മൊബൈലിൽ പകർത്താൻ തോന്നിയ ആ മനസ്സ്, ഒരുപക്ഷെ ആ ബാല ജീവനക്കാരടക്കം ആ ആക്രമം കണ്ടു നിൽക്കുകയായിരുന്നു 10ഓളം പേർ. അവർ ഒരുമിച്ച് അത് തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100-ലെങ്കിലും വിളിച്ച് പോലീസിനെ ഒന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു ജീവൻ ഇത്രയും ദാരുണമായി അവസാനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു ആൾക്കൂട്ടക്കൊലയേക്കാൾ ഒട്ടും താഴ്ത്തിക്കാണാൻ കഴിയാത്തത്. ഞാനൊന്നും ചെയ്തില്ല എന്നത് ഞാൻ കുറ്റം ചെയ്തില്ല എന്ന് അർത്ഥമാക്കുന്നില്ല. കുറ്റകൃത്യം കണ്ട് മിണ്ടാതിരിക്കുന്നത് ആ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതിന് തുല്യമാണ്. സ്വാഗതം ടോപ് 10ലേക്ക്. വിശദമായ റിപ്പോർട്ട് കാണാം. ആദ്യം തലക്കെട്ടുകൾ. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷ എതിർപ്പിനിടെ. ബില്ലിന് രാഷ്ട്രീയ നിറം നൽകേണ്ടെന്നും കാലഘട്ടത്തിന്റെ അനിവാര്യതയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബില്ലിനെ എതിർക്കുന്നവർക്ക് സ്ത്രീകൾ മാപ്പ് നൽകില്ലെന്നും മോദി. ഭരണഘടനയെ ഹൈജാക്ക് ചെയ്യാൻ നീക്കമെന്ന് പ്രതിപക്ഷം. ബില്ലിൽ വോട്ടെടുപ്പ് നാളെ വൈകിട്ട് 4 മണിക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിനു മുൻപുള്ള മുഖ്യമന്ത്രി പരാമർശങ്ങളിൽ UDF-ൽ അസ്വസ്ഥത. KC വേണുഗോപാലിനെയും VD സതീശനെയും അനുകൂലിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് നേതാക്കൾ. രമേശ് ചെന്നിത്തല നാളെ ഡൽഹിയിലേക്ക്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ കൂടുതൽ നടപടി. അനാട്ടമി മേധാവി MK റാമിനെ പുറത്താക്കിയെന്ന് കോളേജിന്റെ ഔദ്യോഗിക അറിയിപ്പ്. വിദ്യാർത്ഥികളുടെ സമരം തുടരുന്നു. ആരോഗ്യ സർവകലാശാലയെ ആശങ്കയറിയിച്ച് രക്ഷിതാക്കൾ. ലെബനോണിൽ 10 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായുള്ള 2ാം ഘട്ട ചർച്ചയ്ക്ക് ഉപാധികളുമായി വീണ്ടും ഇറാൻ. ഹോർമുസ് തുറക്കണമെന്നും ലെബനോണിൽ ആക്രമണം നടത്തരുത് എന്നും ഉപാധിയിൽ. യുദ്ധം വേണോ നാശം വേണോ എന്ന് ഇറാൻ തീരുമാനിക്കട്ടെ എന്ന് US പ്രതിരോധ സെക്രട്ടറി. യുക്രൈനിൽ റഷ്യയുടെ കടുത്ത ആക്രമണം. 17 പേർ മരിച്ചു. റഷ്യയിലും 2 പേർ മരിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് മുൻഗണന നൽകുന്ന വാഗ്ദാനങ്ങളുമായി TVKയുടെ പ്രകടന പത്രിക. 60 വയസ്സിൽ താഴെയുള്ള വീട്ടമ്മമാർക്ക് പ്രതിമാസം 2500 രൂപ നൽകും. എല്ലാ കുടുംബങ്ങൾക്കും വർഷത്തിൽ 6 LPG സിലിണ്ടറുകൾ സൗജന്യം. പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് 1 പവൻ സ്വർണവും പട്ടുസാരിയും നൽകുമെന്നും വിജയ്. വിഴിഞ്ഞത്തെ യുവാവിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനത്തിൽ വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കയറിയെന്നും ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റുവെന്നും റിപ്പോർട്ട്. സംഭവത്തിൽ 2 സഹോദരന്മാരടക്കം 4 പേർ കസ്റ്റഡിയിൽ. നടുറോഡിലെ മർദ്ദനം ബാറിലുണ്ടായ വാക്തർക്കത്തെ തുടർന്ന്. സംസ്ഥാനം വെന്തുരുകുന്നു. കാഞ്ഞങ്ങാട് 13 വയസ്സുകാരന് സൂര്യാഘാതമേറ്റു. പാലക്കാടും കൊല്ലത്തും കടുത്ത ചൂട്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. അവധിക്കാലത്ത് ക്ലാസുകൾ ഒഴിവാക്കാൻ ഉത്തരവ്. IPL-ൽ മുംബൈക്കെതിരെ പഞ്ചാബിന് 196 റൺസ് വിജയലക്ഷ്യം. ഡീകോക്കിന് സെഞ്ചുറി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം വൈകും. ഹയർ സെക്കൻഡറി ഫലം മെയ് 25-ന്. മെയ് 3-ാം വാരം SSLC ഫലമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സ്കൂൾ പ്രവേശനത്തിന് പരീക്ഷ നടത്തരുത് എന്നും നിർദ്ദേശം. സ്റ്റോറി ഓഫ് ദി ഡേ. പൊള്ളുന്ന വേനലിൽ കുളിരിടമായി വാഗമൺ. റിപ്പോർട്ടുകൾ നോക്കാം. വനിതാ സംവരണ ബില്ലിന്റെ ഭാവി എന്താണ്?
ലോക്സഭയിൽ ആദ്യ ദിന ചർച്ച തുടരുമ്പോൾ ഭരണ പ്രതിപക്ഷ വാക്പോര് അതിരൂക്ഷമാണ്. ചർച്ച വനിതാ സംവരണത്തിലാണ് എന്ന് പറയുമ്പോഴും ഈ വാദപ്രതിവാദങ്ങളെല്ലാം മണ്ഡല പുനർനിർണയത്തിലാണ്. ജനാധിപത്യ സംവിധാനം തകർക്കുന്ന ബില്ലിനെ പൂർണ്ണമായും എതിർക്കുമെന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം. പരമാവധി സമവായ സാധ്യത തേടുകയാണ് കേന്ദ്രം. ബില്ലുകൾ പാസാക്കുന്നതിന് നാളെ ലോക്സഭയിൽ ഹാജരാകുന്ന മുഴുവൻ അംഗങ്ങളുടെയും 2/3 ഭൂരിപക്ഷം ആവശ്യമാണെന്നിരിക്കെ പ്രതിപക്ഷത്തിന്റെ ആകെയുള്ള അംഗസംഖ്യ 234 എന്നത് കണക്കിലെടുക്കുമ്പോൾ പ്രതിപക്ഷം കൂടി കനിഞ്ഞാൽ മാത്രമേ ബില്ല് ആദ്യ കടമ്പ കടക്കൂ. നിയമനിർമ്മാണ സഭകളിൽ വനിതകൾക്ക് 33% സംവരണം ഉറപ്പാക്കുന്ന വനിതാ സംവരണ ബില്ല് ഉൾപ്പെടെ 3 ബില്ലുകൾ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ചു. 3 ബില്ലുകളിലും ഒരുമിച്ച് ചർച്ച നടത്തി നാളെ വൈകിട്ട് 4 മണിക്ക് വോട്ടെടുപ്പ് നടത്തും. വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കാൻ നടത്തിയ വോട്ടെടുപ്പിൽ 251 പേർ ബിൽ അവതരണത്തെ അനുകൂലിച്ചും 155 പേർ എതിർത്തും വോട്ട് ചെയ്തു. സ്ത്രീകളെ മാറ്റി നിർത്തിയ കുറ്റത്തിൽ നിന്ന് മുക്തി നേടാനുള്ള അവസരമാണിതെന്നും വനിതാ സംവരണം കാലത്തിന്റെ അനിവാര്യതയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലോക്സഭയിൽ സംസ്ഥാനങ്ങളുടെ അനുവാദം ഇതേ രീതിയിൽ തുടരും. ഒരു സംസ്ഥാനത്തോടും പക്ഷപാതം കാണിക്കില്ലെന്നും നരേന്ദ്രമോദി ഉറപ്പ് നൽകി. और मैंने प्रारंभ में कहा है कि हम सब भाग्यवान हैं कि हमें ऐसे महत्वपूर्ण और देश की आधी आबादी को इस राष्ट्र निर्माण की नीति निर्धारण प्रक्रिया में हिस्सेदार बनाने का सौभाग्य मिल रहा है. ബില്ലിനെ പൂർണ്ണമായും എതിർക്കാനാണ് നിലവിൽ പ്രതിപക്ഷ തീരുമാനം. ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കുന്ന ബില്ല് പിൻവലിക്കണമെന്നും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടു. This actually is a fundamental, it bill is completely a fundamental attack on Indian federal structures. So what exactly the intention of the introduction of the bill? This is what the entire country is now watching. Last 2023, Lok Sabha and Rajya Sabha, the Parliament passed a bill ensuring 33% women reservation in the Parliament and Vidhan Sabha. അതേസമയം സെൻസസ് നടപടികളിൽ ജാതി രേഖപ്പെടുത്തുന്നുണ്ടെന്നും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്നും അഖിലേഷ് യാദവിന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. മണ്ഡലം പുനർനിർണയത്തിലൂടെ ലോക്സഭാ സീറ്റുകൾ 543 നിന്ന് 850 ഉയരും. നിയമസഭകളിൽ ജനസംഖ്യ ആനുപാതികമായും 50% ഫോർമുല ഉപയോഗിച്ചും സീറ്റുകൾ വർദ്ധിപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ബില്ലിൽ മുസ്ലിം ലീഗ് നിലപാട് കടുപ്പിച്ചു തന്നെയാണ്. സർക്കാർ എന്ത് നിർദ്ദേശം മുന്നോട്ട് വെച്ചാലും സ്വീകാര്യമല്ലെന്ന് ലീഗ് വ്യക്തമാക്കി. ബിൽ പിൻവലിക്കണമെന്ന ET മുഹമ്മദ് ബഷീർ ആവശ്യപ്പെടുന്നു. സർക്കാരിൻ്റെ ദുഷ്ടലാക്കാണ് ലക്ഷ്യം, തിരഞ്ഞെടുപ്പ് നേട്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരം ഉറപ്പിക്കാനാണ് ശ്രമമെന്നാണ് അബ്ദുൾ സമദ് സമദാനി പ്രതികരിച്ചത്. ഇന്ത്യ അലയൻസിലെ കക്ഷികളൊക്കെ ഒന്നിച്ച് ഉറപ്പ് കൊടുത്താണ് നമ്മളതിൻ്റെ കൂടെ ഉണ്ട്. അന്നത് ചെയ്തില്ല. ഇപ്പോൾ ഇടയ്ക്ക് പിടിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വനിതാ സംവരണം ഉറപ്പിക്കാനല്ല, അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കുറുക്ക് വഴിയിലൂടെ അധികാരം ഉറപ്പിക്കാൻ പറ്റുമോ എന്ന ശ്രമമാണ്. അധികാരം ഉറപ്പിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള MP-മാരുടെ എണ്ണം കുറക്കുക. 850 543 നിന്ന് 850 പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതാവും. പോപ്പുലേഷൻ ജനസംഖ്യ വെച്ചിട്ട് അംഗങ്ങൾ എടുക്കുമ്പോൾ ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതാവും. ആനുപാതിക പ്രാതിനിധ്യം ഇല്ലാതായാൽ നമ്മുടെ ഫെഡറലിസം തകർക്കപ്പെടും, ജനാധിപത്യ സംവിധാനം തന്നെ അട്ടിമറിക്കപ്പെടും. ഇന്ത്യയുടെ GDP-യിൽ ആകെ ആളോഹരി ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 30% ദക്ഷിണേന്ത്യയുടെ സംഭാവന. പക്ഷേ ജനസംഖ്യയിൽ നമ്മൾ 20 ഉള്ളൂ, 20% ദക്ഷിണേന്ത്യയിൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ലോക്സഭയിൽ എണ്ണം കുറയും. ലോക്സഭയിൽ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞ് ദക്ഷിണേന്ത്യ ഒന്നുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിൽ നിന്നും ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയോളം ആളുകളാണ് വർദ്ധിക്കാൻ പോണത്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വർദ്ധിച്ചതിൽ കുറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വനിതാ സംവരണം എന്ന ഒരു മേമ്പടി ചേർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയ ചില രാഷ്ട്രീയ അജണ്ടകൾ കൊണ്ടുവരുന്നു. അത് വിഫലമാവും. ഈ ഇത്ര വലിയ സംഗതി കൊണ്ടുവരുന്ന സമയത്ത് സംസ്ഥാനങ്ങളുമായിട്ട് യാതൊരു കൺസൾട്ടേഷനും വന്നിട്ടില്ല. അത് ഇവരുടെ ഒരു പൊളിറ്റിക്കൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം തകർക്കുക എന്നുള്ളതാണ്, അതിനെ ബലമതിക്കാതിരിക്കുക എന്നുള്ളത്. അത് എടുത്തു കൊടുക്കുന്ന ശൈലിയാണ് പല കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാലും. അപ്പോൾ ഇത്തരം എല്ലാവിധ കുറുക്കു ബുദ്ധിയും വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനുണ്ടാകുന്ന ഒരു പൊളിറ്റിക്സാണ്.
വനിതാ സംവരണ ബില്ലിലൂടെ BJPയുടെ സങ്കുചിതമായ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണെന്ന് ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു. ലോക്സഭ BJPയുടെ കുത്തകയാക്കാനുള്ള നീക്കമാണ്. വനിതാ സംവരണ ബില്ലിലൂടെ ദക്ഷിണ ഭാരതത്തിന് പ്രാധാന്യമില്ലാതെയാകും. 850 പേരുള്ള സഭ എങ്ങനെ ക്രിയാത്മകമായി നടക്കുമെന്നാണ് ബ്രിട്ടാസിന്റെ ചോദ്യം. ദക്ഷിണേന്ത്യക്ക് കിട്ടാൻ പോകുന്ന 63 MPമാരുടെ വർധനവ്, ഉത്തരേന്ത്യക്ക് കിട്ടാൻ പോകുന്ന 200 MPമാരുടെ വർധനവ്. ചുരുക്കത്തിൽ ലോകസഭ എന്ന് പറയുന്നത് BJPയുടെ ഒരു തട്ടകവും ഉത്തരേന്ത്യയുടെ ഒരു തട്ടകവുമായിട്ട് മാറാൻ പോവുകയാണ്. അതിനേക്കാൾ ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത് 850 അംഗ സഭ എന്ന് പറഞ്ഞാൽ ആ സഭ ഒരിക്കലും പ്രവർത്തനക്ഷമമാകില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം എത്തുന്നതിന് മുൻപേ മുഖ്യമന്ത്രി ആരാകുമെന്ന പരാമർശങ്ങളിൽ കോൺഗ്രസിൽ അസ്വസ്ഥതകൾ തുടരുകയാണ്. KC വേണുഗോപാലിനെയും VD സതീശനെയും അനുകൂലിക്കുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിക്കയറുന്നു. എന്തായാലും പൊതുസമൂഹത്തിൽ ചർച്ച വേണ്ടെന്നും തീരുമാനം ഹൈക്കമാൻഡിൻ്റേത് എന്നുമാണ് സണ്ണി ജോസഫും K മുരളീധരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് പ്രതികരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി പദവിയിൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നറിയിച്ച രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്ക് നാളെ ഡൽഹിയിലേക്ക് തിരിക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം മുതൽ തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ കോൺഗ്രസിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ച് മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നാകണമെന്ന് പറഞ്ഞ് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. KC വേണുഗോപാലിനെ പിന്തുണച്ച് K സുധാകരൻ കൂടി എത്തിയതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സൈബർ ഇടങ്ങളിൽ കൂടുതൽ ചൂടുപിടിച്ചു. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ കൂടുതൽ പ്രതികരണത്തിന് നേതാക്കൾ തയ്യാറായില്ല. പാർട്ടിക്ക് ഒരു നേതൃത്വമുണ്ടെന്നും അവർ തീരുമാനിക്കുമെന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. ഫലം വരുന്നവരെ കാത്തിരിക്കുക. കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ഉണ്ടാവും, അവിടുത്തെ സിസ്റ്റം ഉണ്ട്, അവിടുത്തെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഇത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുമെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിന് ഒരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്ന് പറഞ്ഞ ചെന്നിത്തല ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിൽ എത്തും. അതേസമയം ചർച്ചയിൽ പക്ഷം പിടിക്കാൻ K മുരളീധരനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തയ്യാറായില്ല. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ടടുത്ത് സിംഗിൾ ഡാൻസ് കളിക്കരുതെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. എല്ലാ നേതാക്കൾക്കും തന്റെ പിന്തുണയുണ്ടെന്നും മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. എന്റെ പിന്തുണ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ട്. 4-ാം തീയതി വൈകുന്നേരം 4 മണിയാകുമ്പോൾ ക്ലിയർ പിക്ചർ വരും. എന്തിനാ ഇപ്പൊ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യം എന്താ? 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അഭിപ്രായം പറയാമല്ലോ. പറയാൻ യോഗ്യ ജനങ്ങൾ നൽകിയവർക്ക് അഭിപ്രായം പറയാം. അപ്പോ അതുവരെ കാത്തിരിക്കുക. മുതിർന്ന നേതാക്കളടക്കം ഇക്കാര്യത്തിൽ പരസ്യ ചർച്ചകൾ നിർത്തണമെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയത്. മുതിർന്ന നേതാക്കന്മാരെല്ലാവരും അത് പറയേണ്ട ഒരു സമയമായിട്ടില്ല. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം, പറയേണ്ട വേദികളിൽ പറയാം, പറയേണ്ട സമയത്ത് പറയാം. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി സഹപാഠികൾ തുടരുകയാണ്. അധ്യാപകർക്ക് സംരക്ഷണം ഒരുക്കുന്ന മാനേജ്മെന്റ് നടപടിക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. റാം അടക്കമുള്ള 3 അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ആശങ്ക അറിയിച്ച് രക്ഷിതാക്കളും ആരോഗ്യ സർവകലാശാലയെ സമീപിച്ചിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥി നിതിന്റെ മരണത്തിൽ ആരോപണ വിധേയർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വെളുത്ത കോട്ടഴിച്ചാണ് ക്യാമ്പസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധം അറിയിച്ചത്. ഡ്യൂട്ടിയിൽ നിന്നും വിട്ടുനിന്ന് ഹൌസ് സർജൻമാരും പ്രതിഷേധത്തിൽ പങ്കാളികളായി. നമ്മളിപ്പം റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുകയാണ്. റിട്ടേൺ കംപ്ലൈന്റിൽ നമ്മൾ വെക്കുന്ന ഡിമാൻഡ്സ് റാം സാറിനെ ഡിസ്മിസ് ചെയ്യണം, എന്തിരുന്നാലും ഡിസ്മിസ് ചെയ്യണം. അതുപോലെ തന്നെ അലിഗേഷൻസ് വന്നേക്കുന്ന മറ്റ് 2 സ്റ്റാഫ്സ് അവരെ നമ്മുടെ കോളേജിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരു സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിൽ നമ്മുടെ കൺസേൺസിനെ അഡ്രസ് ചെയ്യാത്തവരാ. നമ്മുടെയും നല്ല നമ്മുടെ സ്റ്റാഫിന്റെയും. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾക്കറിയോ ആരാ മാനേജ്മെന്റ് എന്നുള്ളത്? നമ്മുടെ മാനേജ്മെന്റ് ആരാന്നറിയോ? ഇല്ല.
ഇത്രയും വർഷം ഇപ്പൊ ഞാനിവിടെ 5 വർഷമായി പഠിച്ചു, എനിക്കറിയത്തില്ല ആരാ മാനേജ്മെന്റ് എന്ന്. അപ്പം ഇനിയും നമ്മുടെ നിതിൻ പോയി, ഇനി ഒരു നിതിനെ ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അവർക്ക് വേണ്ടി. നിതിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും റാമിന് പുറമെ മറ്റു 2 അധ്യാപകരെയും പുറത്താക്കണമെന്നും സംഘടനാ സ്വാതന്ത്ര്യം ക്യാമ്പസിൽ വേണമെന്നുൾപ്പെടെ 5 ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകി. പ്രത്യേക ഇമെയിൽ ID ഉണ്ടാക്കി വിദ്യാർത്ഥി യൂണിയൻ കൂടുതൽ പരാതികളും ശേഖരിച്ചു തുടങ്ങി. പൂർവ്വ വിദ്യാർത്ഥികളും ആരോഗ്യ സർവകലാശാലയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഡോക്ടർ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കളും രംഗത്ത് വന്നു. കോളേജിലേക്ക് പട്ടികജാതി ക്ഷേമ സംരക്ഷണ സമിതി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂർ എടക്കാടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് ഡിവൈഎഫ്ഐയും അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗും മാർച്ച് നടത്തി. അന്വേഷണ സംഘവും യുവജന കമ്മീഷനും കോളേജിലെത്തി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തി. ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണ സംഘം നാളെ കോളേജിലെത്തി തെളിവെടുക്കും. അമൃത ന്യൂസ്, കണ്ണൂർ. ശാന്തിയുടെ പാതയിലേക്ക് എത്തുന്ന വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. ലെബനോണിൽ 10 ദിവസത്തെ ഇസ്രയേലിന്റെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായുള്ള 2ാം ഘട്ട ചർച്ചയ്ക്ക് ഉപാധികളുമായി ഇറാൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഹോർമുസ് തുറക്കണമെന്നും ലെബനോണിൽ ആക്രമണം നടത്തരുത് എന്നുമായിരുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട ഈ ഉപാധികൾ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെയുള്ള നാവിക ഉപരോധത്തിൽ 10 കപ്പലുകൾ പിടിച്ചെടുത്തതായി അമേരിക്ക അവകാശപ്പെടുന്നു. വെടിനിർത്തൽ കരാർ ഏപ്രിൽ 22-ന് അവസാനിക്കാനിരിക്കെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കി. ചർച്ചയുടെ തീയതിയോ സ്ഥലമോ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല. മാത്രമല്ല, കരാറിലെ കീറാമുട്ടികളായ സുപ്രധാന നിർദ്ദേശങ്ങളിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായി എന്ന് കണ്ടറിയണം. തങ്ങളുടെ ആണവ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ ഇറാൻ ഇനിയും തയ്യാറായിട്ടില്ല. ഇസ്രയേലിന്റെ ലെബനോനിലേക്കുള്ള വെടിനിർത്തൽ ചർച്ചയുടെ അജണ്ടയിൽ ഉണ്ടാകുമെന്ന് പാകിസ്ഥാനും വ്യക്തമാക്കി. മാത്രമല്ല, ഇറാനിലെ വെടിനിർത്തൽ പോലെ തന്നെ പ്രധാനമാണ് ലെബനോനിലെ വെടിനിർത്തലെന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറും ഇന്ന് പ്രതികരിച്ചു. ലെബനോനിലേക്കുള്ള വെടിനിർത്തൽ സാധ്യതകൾ ഇന്ന് ഇസ്രായേൽ മന്ത്രിസഭ ചർച്ച ചെയ്തു. നാളെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ലെബനോൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായി സംസാരിക്കുമെന്ന് ഔദ്യോഗിക സൂചനകളുണ്ട്. സാമ്പത്തിക രാഷ്ട്രീയ അസ്ഥിരതയിൽ നട്ടം തിരിയുന്ന ഇറാനും സ്വന്തം ജനതയിൽ നിന്ന് തന്നെ കടുത്ത സമ്മർദ്ദം നേരിടുന്ന ട്രംപിനും ഒരു സമാധാന കരാറിലേക്ക് എത്തേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണ്. 2 രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം ലോകക്രമത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രഹരം ചെറുതല്ല. അതുകൊണ്ട് തന്നെ 4 ആഴ്ച പിന്നിടുന്ന യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിനിടെ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക. ഏപ്രിൽ 19-ന് ശേഷം എണ്ണ ഇറക്കുമതി അനുവദിക്കില്ലെന്ന് അമേരിക്ക പറയുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതിലൂടെ റഷ്യയ്ക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. US-ൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും US ട്രഷറി സെക്രട്ടറി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. യുക്രൈനിൽ റഷ്യയുടെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണം. 700-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ തുറമുഖ നഗരമായ ഒഡീസയിൽ 9 പേരും തലസ്ഥാനമായ കീവിൽ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേരുമാണ് കൊല്ലപ്പെട്ടത്. മധ്യനഗരമായ ഡിനിപ്രോയിലും 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. റഷ്യൻ നഗരങ്ങൾ ലക്ഷ്യമിട്ട് യുക്രൈനും ശക്തമായ തിരിച്ചടി നൽകി. തെക്കൻ റഷ്യയിലെ ക്രാസ്നോഡർ മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടതായി റഷ്യൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമാധാന നീക്കങ്ങൾക്കായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്ന സമയത്തിന് തൊട്ടു പിന്നാലെ ഇരുപക്ഷത്തു നിന്നുമുണ്ടായ ഈ ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. UAE-യിലെ വിദ്യാലയങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം തുറക്കുന്നു. അടുത്തയാഴ്ച മുതൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ എത്തിത്തുടങ്ങും. എന്നാൽ സ്കൂൾ ബസ്സുകളുടെ സർവീസ് തൽക്കാലത്തേക്ക് ഉണ്ടാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ സംഘർഷ സാഹചര്യം കൂടി പരിഗണിച്ച് മാർച്ച് 2 മുതലാണ് വിദ്യാലയങ്ങൾ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയത്. ഇറാൻ ഇസ്രായേൽ US സംഘർഷത്തിനിടെ UAE-ക്ക് നേരെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് വിദ്യാലയങ്ങൾ ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയത്. മാർച്ച് 2 മുതലാണ് വിദൂര വിദ്യാഭ്യാസ രീതി UAE-യിലെ സ്കൂളുകൾ നടപ്പാക്കിയത്. സംഘർഷ സാഹചര്യത്തിന് കുറവ് വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നേരിട്ടുള്ള പഠന രീതി പുനരാരംഭിക്കാൻ UAE വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചത്. സർക്കാർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കിൻഡർഗാർട്ടൻ മുതലുള്ള എല്ലാ സ്കൂളുകളും കോളേജുകളും ഏപ്രിൽ 20 തിങ്കളാഴ്ച മുതൽ നേരിട്ടുള്ള പഠന രീതിയിലേക്ക് മാറും. എന്നാൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയാവാത്തതിനാൽ സ്കൂൾ ബസ്സുകളുടെ സർവീസ് ഉണ്ടാവില്ല. അതേസമയം സ്വകാര്യ സ്കൂളുകൾക്ക് ആവശ്യമെങ്കിൽ ഹൈബ്രിഡ് റൊട്ടേഷൻ പഠനരീതി സ്വീകരിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വിദ്യാഭ്യാസ വകുപ്പുകളുടെ മേൽനോട്ടത്തിലായിരിക്കണം ഇതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, ദുബായ്.
തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി തമിഴക വെട്രി കഴകം. സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും സാമൂഹിക സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നതാണ് പത്രിക. 60 വയസ്സിൽ താഴെയുള്ള വീട്ടമ്മമാർക്ക് പ്രതിമാസം 2500 രൂപ ധനസഹായം നൽകും. സ്ത്രീകൾ, യുവാക്കൾ, കർഷകർ എന്നിവരെ കേന്ദ്രീകരിക്കുന്നതാണ് വിജയുടെ പ്രകടന പത്രിക. 60 വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകും. 60 വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് 4000 രൂപ സഹായം നൽകും. സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് വിവാഹത്തിന് 8 ഗ്രാം സ്വർണവും പട്ടുസാരിയും നൽകും. സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് പ്രതിവർഷം 15000 രൂപ സഹായമായി നൽകും. ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന യുവാക്കൾക്ക് വിദ്യാഭ്യാസത്തിനായി 20 ലക്ഷം വരെ ഈടില്ലാതെ വായ്പ നൽകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നവീന ആശയങ്ങൾ കൊണ്ടുവരും. ഇതിന്റെ ഭാഗമായി AI മന്ത്രാലയം, AI യൂണിവേഴ്സിറ്റി, AI സിറ്റി എന്നിവ സ്ഥാപിക്കും. യുവതി യുവാക്കൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ സേവനങ്ങൾ വേഗത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ രൂപീകരിക്കുന്ന സമിതിയുടെ ഭാഗമാകുന്നതോടെ 5 ലക്ഷം യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. ഇവർക്ക് പ്രതിമാസം 18000 രൂപ ശമ്പളം ലഭിക്കും. എല്ലാ കുടുംബങ്ങൾക്കും പ്രതിമാസം 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിരിക്കും. സ്ത്രീകൾ നടത്തുന്ന സ്വയം സഹായ സംഘങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകുമെന്നും TVK പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. കർഷകർക്ക് വൻ വാഗ്ദാനങ്ങളാണ് TVK നൽകുന്നത്. 5 ഏക്കറിൽ താഴെ ഭൂമിയുള്ള കർഷകരുടെ കാർഷിക വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളും. സഹകരണ ബാങ്കുകളിൽ നിന്നും എടുത്ത വായ്പകളാണ് എഴുതിത്തള്ളുക. തമിഴ്നാടിനെ മയക്കുമരുന്നിൽ നിന്നും മോചിപ്പിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇതിനായി ഓരോ സ്കൂളിലും ലഹരി വിരുദ്ധ സമിതികൾ രൂപീകരിക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. വിജയുടെ പുതിയ ചിത്രമായ ജനനായകൻ ഓൺലൈനിൽ ലീക്കായ സംഭവത്തിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തു. ചെന്നൈ പോലീസ് സൈബർ ക്രൈം വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത്. ഈ സിനിമയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച 6 പേരെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇത് ചോർത്തിയതിലെ പ്രധാന പ്രതിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. വിഴിഞ്ഞത്ത് മർദ്ദനമേറ്റ് മരിച്ച സുമനേറ്റത് ഗുരുതര ആന്തരിക പരിക്കുകളെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മർദ്ദനത്തിൽ വാരിയെല്ലൊടിഞ്ഞ് അവയവങ്ങളിൽ തുളച്ചുകയറി. നെഞ്ചിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെ അർദ്ധരാത്രി ബാറിലുണ്ടായ വാക്തർക്കമാണ് സുമന്റെ മരണത്തിൽ കലാശിച്ചത്. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിയോടെയാണ് അതിക്രൂരമായ മർദ്ദനം നടക്കുന്നത്. വിഴിഞ്ഞം മുക്കോലയിലെ ബാറിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കോളിയൂർ സ്വദേശിയായ സുമനെ സഹോദരങ്ങളായ അച്ചു, അനന്തു എന്നിവർ അടക്കമുള്ള സംഘം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഷാൻ എന്ന ഫോട്ടോഗ്രാഫറുമായി അച്ചുവും അനന്തുവും ബാറിൽ വെച്ച് തർക്കമുണ്ടായി. തർക്കം പരിഹരിക്കാൻ സുമൻ ഇടപെട്ടതോടെ സംഘം ഇയാൾക്ക് നേരെ തിരിഞ്ഞു. തർക്കം രൂക്ഷമായതോടെ സുമൻ ബാറിൽ നിന്നും ഇറങ്ങി ഓടിയെങ്കിലും സംഘം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. അവശനിലയിലായതിനു ശേഷവും സംഘം യുവാവിനെ വീണ്ടും ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അവശനിലയിലായ സുമനെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. ക്രൂരമായ മർദ്ദനമാണ് സുമനേറ്റതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാണ്. ഗുരുതരമായ ആന്തരിക പരിക്കുകളാണ് മർദ്ദനത്തിൽ ഉണ്ടായത്. വാരിയെല്ലൊടിഞ്ഞ് അവയവങ്ങളിൽ തുളച്ചുകയറി. നെഞ്ചിൽ രക്തസ്രാവമുണ്ടായി. നെഞ്ചിലുണ്ടായ മർദ്ദനവും രക്തസ്രാവവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കൊലപാതകത്തിൽ സഹോദരങ്ങളായ അച്ചു എസ് ബാബു, അനന്തു എസ് ബാബു എന്നിവരെ കൂടാതെ സൂര്യജിത്ത്, കൃഷ്ണപ്രസാദ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊടും ചൂടിൽ വലഞ്ഞ സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ ഞായറാഴ്ച വരെ താപനില 40 ഡിഗ്രി സെൽഷ്യസായി ഉയരാമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗത്തിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ നാളെ KSEB ചെയർമാന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. പൊള്ളുന്ന ചൂടാണ് സംസ്ഥാനമൊട്ടാകെ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ താപനില ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്.
വേനൽ ചൂടിൽ സംസ്ഥാനം വലയുമ്പോൾ ആശ്വാസമായി സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 5850 മെഗാവാട്ടായി കുറഞ്ഞു. ചൂട് വർദ്ധിച്ചതോടെ വീടുകളിലും സ്ഥാപനങ്ങളിലും AC, കൂളർ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം 6012 മെഗാവാട്ട് എന്ന സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരുന്നു. വൈദ്യുതി ഉപഭോഗം കൂടിയതോടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ KSEB ചെയർമാന്റെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥതല യോഗം ചേരും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കാഞ്ഞങ്ങാട് 13 വയസ്സുകാരനായ വിദ്യാർത്ഥിക്ക് സൂര്യാഘാതമേറ്റു. സാരമായി പൊള്ളലേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ അബ്ദുൾ റഹ്മാന്റെ മകൻ മുഹമ്മദ് ജുബൈറിനാണ് സൂര്യാഘാതമേറ്റത്. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് സൂര്യാഘാതമേറ്റത്. അസ്വസ്ഥത അനുഭവപ്പെട്ട് വീട്ടുകാർ പരിശോധിച്ചതിൽ കുട്ടിയുടെ പുറം ഭാഗത്ത് വലിയ രീതിയിൽ പൊള്ളലേറ്റതായി കണ്ടെത്തുകയായിരുന്നു. അജാനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിക്ക് സൂര്യാഘാതമേറ്റതായി ഡോക്ടറും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇക്ബാൽ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ജുബൈർ. IPL മുംബൈക്കെതിരെ പഞ്ചാബിന് 196 റൺസ് വിജയലക്ഷ്യം. പുറത്താകാതെ ഡീകോക്ക് സെഞ്ചുറി നേടി. നമൻദീർ അർദ്ധ സെഞ്ചുറി നേടി. പഞ്ചാബിന് വേണ്ടി അർഷ്ദീപ് സിംഗ് 3 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിൽ പഞ്ചാബ് 2-ന് 130 റൺസ് എന്ന നിലയിലാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം മെയ് 25-ന് പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC ഫലം മെയ് 3-ാം വാരം എത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെയായിരിക്കും SSLC മൂല്യനിർണ്ണയം നടക്കുക. ഇലക്ഷനും മറ്റ് അവധികളും മൂലമാണ് മൂല്യനിർണ്ണയം തുടങ്ങാൻ വൈകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. SSLC മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ സംസ്ഥാനത്തെ 72 മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി നടക്കും. മൂല്യനിർണ്ണയ ക്യാമ്പ് ഉദ്യോഗസ്ഥന്മാരടക്കം 12,000-ഓളം അധ്യാപകരും ജീവനക്കാരും മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. ടാബുലേഷൻ നടപടികൾ പൂർത്തിയാക്കി മെയ് 3-ാം വാരം SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കും. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ചരിത്ര വിജയം നേടി കോതമംഗലം ശോഭന പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനി ഹേബ ലിജു 500-ൽ 499 മാർക്ക് നേടി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ മിടുക്കി. ഭാവിയിൽ എഞ്ചിനീയർ ആകണമെന്നാണ് ഹേബയുടെ ആഗ്രഹം. 500-ൽ 499 മാർക്ക് എന്ന ചരിത്ര വിജയം നേടി സ്കൂളിനും നാടിനും അഭിമാനമായിരിക്കുകയാണ് ഹേബ. ദേശീയ തലത്തിലും ശ്രദ്ധേയമായ നേട്ടമാണ് ഹേബയുടേത്. പരീക്ഷാഫലം വന്നതിന് പിന്നാലെ ശോഭന പബ്ലിക് സ്കൂളിലെ അധ്യാപകർ ഹേബയുടെ വീട്ടിലെത്തി സന്തോഷം പങ്കിട്ടു. പിന്നീട് സ്കൂളിലെത്തിയ ഹേബയെ പ്രിൻസിപ്പാൾ സിസ്റ്റർ രഞ്ജിൽ റാണിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഹേബയുടെ വിജയം സ്കൂളിനും കോതമംഗലത്തിനും അഭിമാന നിമിഷമാണെന്നും മറ്റു കുട്ടികൾക്ക് പ്രചോദനമാണെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ രഞ്ജിൽ റാണി പറഞ്ഞു. ഹേബ ലിജു ഞങ്ങളുടെ സ്റ്റുഡന്റ് ശോഭന പബ്ലിക് സ്കൂളിന്റെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. കോതമംഗലംകാരുടെ തന്നെ അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നു, എങ്കിലും ഇതുപോലെ ഇത്ര മനോഹരമായ റിസൾട്ട് വരുമെന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് ഇനിയും ഒരു പ്രചോദനമായിട്ട് ഹേബ ലിജു മാറുകയാണ്. ഹേബ ലിജുവിന്റെ ചേച്ചിയും ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ ദിയ ലിജു ടോപ്പർ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന് പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഇത്രയും മാർക്ക് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അതിയായ സന്തോഷമുണ്ടെന്നും ഹേബ പ്രതികരിച്ചു. എഞ്ചിനീയർ ആകണമെന്നാണ് ഈ മിടുക്കിയുടെ ആഗ്രഹം. ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ ആയിരുന്നില്ല ഇത്. ടീച്ചേഴ്സിന്റെ എഫേർട്സും സപ്പോർട്ടും പ്രേയേഴ്സും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഗൈഡ് ചെയ്തനുസരിച്ച് പോയതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. പിന്നെ പാരന്റ്സും ചേച്ചിയൊക്കെ അവരുടെയൊക്കെ സപ്പോർട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനും ഉപരി ദൈവാനുഗ്രഹം. എഞ്ചിനീയറിംഗ് ആസ്പിറന്റ് ആണ്. അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു ട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത്. മികച്ച വിജയം നേടിയതിനു ശേഷം അനുമോദന പ്രവാഹമാണ് ഹേബയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു കുട്ടികൾക്കും മാതൃകയാവുകയാണ് ഈ മിടുക്കി. അമൃത ന്യൂസ്, കൊച്ചി.